ഇലയില്ലെങ്കിൽ നീ എങ്ങനെ മരമാകുന്നു, നീ എങ്ങനെ മഴയാകുന്നു, നീ എങ്ങനെ തുണയാകുന്നു. മരമില്ലെങ്കിൽ നീ എങ്ങനെ മഴയാകുന്നു, നീ എങ്ങനെ നീയാകുന്നു. മരമില്ലെങ്കിൽ നീ എങ്ങനെ മഴയാകുന്നു, നീ എങ്ങനെ മരമാകുന്നു. മഴയേ. അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. ഞങ്ങളിപ്പോൾ മസ്കറ്റിലാണ്. ഈ മാസം ഏപ്രിൽ 26 മസ്കറ്റിലെ അൽഫലാജ് ഓഡിറ്റോറിയത്തിൽ പയ്യന്നൂർ സൗഹൃദവേദിയുടെ പയ്യന്നൂർ ഫെസ്റ്റിന്റെ ഭാഗമായി ഞങ്ങളെല്ലാവരും ചേർന്ന് ഒരു നാടകം ഒരുക്കുകയാണ്. നാടകരചന സുരേഷ് ബാബു ശ്രീസ്ത, ഗാനങ്ങൾ ഡോക്ടർ പ്രശാന്ത് കൃഷ്ണ മാഷ്, അലോഷി, പല്ലവി രതീഷ് കുമാർ, സജി സരിക, മസ്കറ്റിൽ തന്നെ കലാകാരനായ സുനിൽ കൈതാരം തുടങ്ങി ഒരുപാട് കലാകാരന്മാർ ഈ നാടകത്തിൻ്റെ അരങ്ങിലും അണിയറിലും പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൻ്റെ ആർട്ട് വർക്ക് റജി പുത്തൂർ, പിന്നെ പയ്യന്നൂർ സൗഹൃദവേദിയുടെ മുഴുവൻ പ്രവർത്തകരും ഇതിൻ്റെ പിന്നണിയിൽ ചേർന്നിട്ടുണ്ട്. ഇവരെല്ലാവരും ഇതിലെ നടീനടന്മാരും സാങ്കേതിക പ്രവർത്തകരുമാണ്. അപ്പോൾ ഈ പെരുത്ത ഭൂമിയിലെ ഉള്ളിൻ്റെ ഒരു ചെറിയ ഭൂമിയുണ്ട്. ഈ ചെറിയ ഭൂമിയിലെ ഇത്തിരി പോന്ന മനുഷ്യന്മാർ വേഷം കെട്ടി വാക്കു പറഞ്ഞു പഠിച്ച് കാട്ടുന്നു, വേഷം പഠിച്ച് കാട്ടുന്നു. ഈ ഭൂമിയുടെ പേരാണ് നാടകം, ഈ ഭൂമിയുടെ പേരാണ് നാടകം. നോക്കുകളെല്ലാം പുതുമഴയാകും, നോക്കുകളെല്ലാം പുതുമഴയാകും, വാക്കുകളെല്ലാം തീക്കനലാകും, വാക്കുകളെല്ലാം തീക്കനലാകും. ഈ ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിൽ ഇടിവാളാകും, ഭൂമിയിലെ നടത്തമെല്ലാം ആകാശത്തിൽ ഇടിവാളാകും. ഈ ഭൂമിയുടെ പേരാണ് നാടകം, ഈ ഭൂമിയുടെ പേരാണ് നാടകം. എല്ലാ പ്രിയപ്പെട്ടവരെയും മസ്കറ്റിലുള്ള മുഴുവൻ മലയാളി സുഹൃത്തുക്കളെയും നാടകത്തെയും കലയെയും സംസ്കാരത്തെയും ഇഷ്ടപ്പെടുന്നവരെ ഏപ്രിൽ 26 വൈകുന്നേരം 6:30 മണിക്ക് ഞങ്ങളുടെ ഈ കലാസന്ധ്യ പയ്യന്നൂർ ഫെസ്റ്റിന്റെ ഭാഗമായി നിരവധി മറ്റ് കലാപരിപാടികൾ, നൃത്ത പരിപാടികൾ അടക്കം നടക്കുന്നുണ്ട്. അതിനുശേഷമാണ് നാടകം അരങ്ങേറുക. അപ്പോൾ നമ്മുടെ നാടകത്തിന്റെ പേരെന്താ? അപ്പോൾ ഈ തെരുവ് വെളിച്ചത്തിൽ കാണുവാൻ, ജീവിതം കാണുവാൻ എല്ലാവരെയും ഞങ്ങളെല്ലാവരും ചേർന്ന് വളരെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നീയില്ലെങ്കിൽ നീ എങ്ങനെ മരമാകുന്നു, നീ എങ്ങനെ തണലാകുന്നു, നീ എങ്ങനെ തുണയാകുന്നു. നീയില്ലെങ്കിൽ നീ എങ്ങനെ മരമാകുന്നു, നീ എങ്ങനെ തണലാകുന്നു.